ഹായ്, വെൽക്കം ടു വ്ളോഗ്സ് ബൈ ജെഫി. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് VBS ആണ്. VBS സ്റ്റാർട്ടായി. അപ്പം മാർത്ത VBSന് പോകുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ മുടിയിൽ ഒരു താജ്മഹൽ പണിയാമെന്ന് വിചാരിച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുക്കുവാണ്. ആക്ച്വലി ഡിവൈഡ് ചെയ്യുന്ന ചീപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി. പിന്നെ തലയിലിടാൻ കുറേ സാധനങ്ങളുണ്ട് ഇവർക്ക്. എല്ലാ പെൺകുട്ടികളുടെ അമ്മമാരുടെയിലും കാണുമല്ലോ കുറേ സാധനങ്ങൾ. അത് ഞാൻ മാംഗ്ലൂർ വെച്ചിട്ടാണ് വന്നത്. കുറച്ച് സാധനങ്ങളെ എടുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുകയാണ്. ഈ VBSന് പോക്കെന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര നല്ലൊരു മെമ്മറിയാണ്. ഞാൻ വരുന്ന ഭയങ്കര കുഞ്ഞു പള്ളിയിൽ നിന്നാണ് കേട്ടോ. 21 വീട്ടുകാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എൻ്റെ കൊച്ചിൽ VBS ഇല്ല. ഞാൻ പിന്നെ അടുത്തുള്ള ഓർത്തഡോക്സ് പള്ളിയിൽ ഒരിക്കൽ VBS കൂടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ പള്ളിയിലാണ്. അപ്പോൾ എനിക്ക് അന്ന് പഠിച്ച 2 പാട്ട് ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ ഈ രസ്ന കുടിക്കുക, ബൺ കഴിക്കുക, ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയാട്ടോ. എനിക്ക് തോന്നാറുണ്ട് ഇത് ഭയങ്കര നല്ലൊരു മെമ്മറി ആയിരിക്കും കുട്ടികൾക്കെന്ന്. ഞാൻ മുടി കെട്ടിയത് ഇങ്ങനെയാണ്. പക്ഷേ ഇത് എണ്ണമയം കൊണ്ട് പിന്നെ ചീപ്പും ഇല്ലാത്തതുകൊണ്ട് അത്ര ശരിയായിട്ടില്ല. എങ്കിലും ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ആഹാരം കഴിക്കാൻ മാർത്തയ്ക്ക് ഭയങ്കര പാടാണ്. എനിക്കെപ്പോഴും തോന്നും അതിൻ്റെ കാരണം ഞാൻ തന്നെയാണ്. ഞാനത് ശരിക്കും കൊടുത്ത് ശീലിപ്പിച്ചില്ല, അതുകൊണ്ട് അവളിപ്പോൾ കഴിക്കുന്നില്ല എന്ന്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം ഞങ്ങൾ പള്ളി എത്തി. പള്ളി പണി നടക്കുന്നത് കൊണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കുട്ടികളുടെ VBS നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തുടക്കമാണിത്. ഞങ്ങൾ കുഞ്ഞൊരു ബാഗ് മാത്രമേ എടുത്തുള്ളൂ. അതിൻ്റെ അതിലുള്ള വെള്ളമുണ്ട്. ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത മാം ഗിഫ്റ്റ് തന്ന ബാഗ്. ഭയങ്കര ഒരു കുഞ്ഞ് ബാഗ്. അവിടെ എത്തിയപ്പോഴാണ് അവൾ പറയുന്നത് ബാഗിൻ്റെ അകത്തിൽ അവൾ കിൻഡർ ജോയുടെ ടോയ്സ് എടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഞാനത് മേടിച്ച് വെച്ചു. വെറുതെ പിള്ളേർ വായിലിടുമോ, അല്ലെങ്കിൽ പിള്ളേരെല്ലോട് തമ്മിലടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ന്യൂസ് കാണുമ്പോൾ പേടിയാണ്, ഈ ഡ്രഗ്സും അതും ഇതുമൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ പരിപാടികളിലേക്ക് എപ്പോഴും കുട്ടികളെ വിടുക. കഴിഞ്ഞ വർഷത്തെ VBSന് വന്നവർ നിങ്ങളെല്ലാവരും വന്നായിരുന്നു. വെരി ഗുഡ്. കഴിഞ്ഞ വർഷത്തെ അച്ഛൻ കുട്ടികളുടെ അടുത്ത് കഴിഞ്ഞ വർഷത്തെ VBSൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വട്ടത്തെ തീം ഏതാണ്ടാ പറഞ്ഞേ? ബൈബിൾ അങ്ങനെ തന്നെ വെക്കാനാ പറഞ്ഞത്, ഇങ്ങനെ തന്നെ വെക്കാനാ പറഞ്ഞത്. യേശു ജീവിതശില്പി, ജീസസ് ദ ലൈഫ് ആർക്കിടെക്ട്. 2-ാം അധ്യായം 22-ാം വാക്യം. എഫേസ്യർ തീരും ഞാൻ. എളുപ്പല്ലേ? യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ. നമ്മുടെ മതത്തിൻ്റെ പരിപാടികൾ എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥന മാത്രമല്ല കേട്ടോ. ഏത് മതമാണേലും അവിടെ അടിച്ച് വാരി തൂത്ത് മാറാല വൃത്തിയാക്കുക, അങ്ങനെ സകല പരിപാടികൾക്കും കുട്ടികളെ വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഉത്സവം വരുമ്പോൾ ഉത്സവം കാണാൻ പോവുക, നോമ്പ് വരുമ്പോൾ ബിരിയാണി തിന്നാൻ പോവുക. നമ്മുടെ മതം പഠിക്കുക മാത്രമല്ല മറ്റൊരു മതത്തിനോടുള്ള സ്നേഹവും. അപ്പം നമ്മുടെ ഐറസിൻ്റെ ക്ലാസ് നഴ്സറി A സെക്ഷനാണ്. അവളിതേ കുഞ്ഞ് ബാഗ് തൂക്കിയിട്ട് പോകുന്ന അവളാണ്. അച്ഛൻ വാക്കിയെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഷടുപടേന്ന് വാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ മാർത്ത ക്ലാസ്സിൽ പോയിട്ട് ബുക്കും പാട്ട് പുസ്തകവും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇതവളുടെ 2nd ടൈമാണ് VBSന്. ഇതിനു മുന്നേ എൻ്റെ പള്ളിയിൽ ഒരു തവണ കൂടിയിട്ടുണ്ട്. ഇത്തവണ VBSൻ്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത് യേശു ജീവിതശില്പി. മാർത്തയുടെ ഹാപ്പി ആയിട്ടിരുന്നു. ഇത് മാർത്ത തിരിച്ചു വരുന്നതാണ് കേട്ടോ. ഒരു പാക്കറ്റ് ലേസൊക്കെ മേടിച്ചുകൊണ്ടാണ് ആൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു VBSനെ പറ്റി അറിയാൻ. ഇന്ന് കേക്കാണ് കേട്ടോ കൊടുത്തത് കഴിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്